എനിക്കും നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്, മണ്ടത്തരങ്ങൾ പറ്റിയിട്ടുണ്ട്, പാപങ്ങളിൽ വീണ് പോയിട്ടുണ്ട്, നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിലുള്ള മണ്ടത്തരങ്ങൾ നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ജഡ്ജ് ചെയ്യാത്ത ഒരാളെ ഉള്ളൂ. ഇങ്ങനെ നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, സാരമില്ലെന്ന്, നീ ഇത്രയൊക്കെ ഉള്ളൂ, പക്ഷെ നിന്റെ കൂടെ ഞാനുണ്ടെന്നും പറഞ്ഞ് ഐ സ്റ്റിൽ ലവ് യു എന്നൊക്കെ പറഞ്ഞ് നിലത്ത് അവൻ ഇപ്പോഴും എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും ഒക്കെ കുഞ്ഞ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സാരമില്ല, ഞാൻ നിന്നെ ജഡ്ജ് ചെയ്യില്ല എന്ന് പറഞ്ഞു. ലോകം മുഴുവൻ നമ്മളെ വിധിച്ചാലും, നമ്മൾക്കെതിരെ കല്ലെറിയാൻ വേണ്ടി നിന്നാലും, ഇനി കല്ലെറിഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ അടുത്തുനിന്ന് മാറി നിന്നാലും അവിടെ തന്നെ നിന്ന് ഞാൻ നിന്നെ വിധിക്കത്തില്ല, ഐ വോണ്ട് ജഡ്ജ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നിൽക്കാൻ പ്രിയപ്പെട്ട ഈശോയുടെ കുഞ്ഞെ, നിനക്ക് ഈശോ മാത്രമേ ഉള്ളൂ, ഈശോ ഉണ്ട്, അത് മതി. ലൂക്കാ സുവിശേഷം 7-ാമത്തെ അധ്യായത്തില് ഈ കാലൊക്കെ കഴുകുന്നുണ്ട് ഈശോയുടെ അടുത്ത് വന്നിട്ട് പാപിനിയായ സ്ത്രീ ഈശോയോട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ചുറ്റും നിൽക്കുന്നവരോടായിട്ട് പറയുന്നുണ്ട്, ഇവളുടെ വലിയ പാപങ്ങൾ, അനേകം പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, ബിക്കോസ് അവൾ അധികം സ്നേഹിച്ചു, കൂടുതലധികമായിട്ട് സ്നേഹിച്ചു. ഇപ്പൊ നമുക്ക് നമ്മുടെ വീഴ്ചകളിൽ നിന്ന്, നമ്മുടെ കുറവുകളിൽ നിന്ന്, നമ്മുടെ ഒരു കെട്ട കഴിഞ്ഞ കാലത്തിൽ നിന്നൊക്കെ കയറി വരാൻ ആരെന്തും പറയട്ടെ, ജഡ്ജ് ചെയ്യട്ടെ, അവൻ നമ്മളെ മാറ്റി നിർത്തട്ടെ, പക്ഷെ നമുക്ക് ഇതിനകത്ത് കയറി വരാൻ വേണ്ടി ഒറ്റ കാര്യമുള്ളൂ. അവൻ നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ. എന്താ? എന്നെ കുറ്റപ്പെടുത്താനല്ല, അവൻ പറയാണ്, ഐ ഫോർഗീവ് യു, സാരമില്ല, പോട്ടെ, നീ കയറി വാ, ഈ മണ്ണ് പോലെ, ഈ നിലം പോലെ നീ താന്നുപോയി, പക്ഷെ ഇവിടെ നിന്റെ ദേഹത്ത്, നിന്റെ ജീവിതത്തെ ഞാൻ ഇനിയും വിരലുകൊണ്ട് എഴുതുന്നുണ്ട്. ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറി നിനക്ക് ഇനിയും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ലോകം വിധിക്കും, ലോകം മാറ്റി നിർത്തും. ഈശോ അപ്പോഴും നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി പുത്തൻ കാര്യങ്ങൾ എഴുതിക്കൊണ്ടിരിക്കും. ഒറ്റ കാര്യം അവൻ ആവശ്യപ്പെടുന്നുള്ളൂ, അവൻ വിധിക്കാത്തത് കൊണ്ട് അവനെ സ്നേഹിക്കുക. നിന്നെ വിധിക്കാത്ത, നിന്നോട് ക്ഷമിച്ച, നിന്നെ സ്നേഹിച്ച ഈശോയെ നീ സ്നേഹിക്കുക. അനേകം പാപങ്ങൾ മായ്ക്കപ്പെടും.